Hello guys, welcome back to my YouTube channel. എൻ്റെ ക്യാബിൻ ക്രൂ ജേർണി പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ 3 റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ആരും തന്നെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല വിഷമത്തോടെയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കാണെങ്കിൽ എന്താ പറയുക, വല്ലാത്തൊരു ഇമോഷൻ ആയിരുന്നു. എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് പറയാന്ന്. എനിക്ക് പനിയൊക്കെ വന്നു. അങ്ങനെ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്ക് നല്ല വിഷമമായിരുന്നു, ബട്ട് സ്റ്റിൽ ദേ വർ സപ്പോർട്ടീവ്. അവർ പറഞ്ഞു ഇനിയും ഇൻ്റർവ്യൂസ് ഒക്കെ വരുമല്ലോ, നമുക്ക് അറ്റൻഡ് ചെയ്യാം, എന്തായാലും നീ ഒരു 1 month എങ്കിലും ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുക, എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഫാമിലി പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു 2 weeks സംതിങ് ഞാൻ ബ്രേക്ക് എടുത്തു. എന്നിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ലൈക്ക് വേണ്ട, ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല എന്ന്. ഞാൻ ഒരുപാട് ജോലി ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ പപ്പ ലീവിനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിന്ന്. അപ്പോൾ പപ്പ റാൻഡംലി പറഞ്ഞു ലൈക്ക് നീ എന്തുകൊണ്ട് ഏവിയേഷൻ ട്രൈ ചെയ്തുകൂടാ, ലൈക്ക് ക്യാബിൻ ക്രൂ ട്രൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് താല്പര്യം ഇല്ലായിരുന്നു ആക്ച്വലി, ബട്ട് സ്റ്റിൽ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ അത് വിട്ട് കളഞ്ഞു. അത് ഞാൻ അത്രയ്ക്കും എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഏവിയേഷൻ അക്കാഡമിയുടെ ഒരു ആഡ് വന്നു. ഞാനത് ജസ്റ്റ് തള്ളിക്കളഞ്ഞു. അപ്പോഴേക്കും അത് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോഴേക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ വിളിച്ചു. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് വിളിച്ചിട്ട് അവർ ഒരുപാട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ വന്ന് ക്ലാസ് റൂമൊക്കെ നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഞാൻ അത്ര എന്താ പറയുക സീരിയസ് ആയിട്ട് എടുത്തില്ല, അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെയും എൻ്റെ BCA റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ്സൊക്കെ ഞാൻ സെർച്ച് ചെയ്യുമായിരുന്നു. എല്ലാ ലിങ്ക്ഡിൻ, അങ്ങനെ നൗക്കറി, അങ്ങനെ ഒരുപാട് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, ആൻഡ് ഓൾസോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഇവർ പിന്നെ ഒരു തവണ ഏവിയേഷൻ അക്കാഡമിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലൈക്ക് ഒന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ പറയുക ജോയിൻ ചെയ്യണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മ, എൻ്റെ ഒരു കസിൻ 3 പേരും കൂടി പോയി. അവിടെ പോയി ഹൈറ്റ് വെയിറ്റ് ചെക്കൊക്കെ കൊടുത്തു. അങ്ങനെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പ്ലേസ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും, എല്ലാം, ക്ലാസ്സസ് എങ്ങനെ ആയിരിക്കും, വീക്കിലി എത്ര ഡേയ്സ് ആയിരിക്കും എന്താ ക്ലാസ്സസ്, എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ.